ഒരു ലാസ്റ്റും ഇല്ല. ഇന്ത്യൻ ചരിത്രത്തിൽ ഇതേപോലെ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടനില്ല. കാരണം ഏത് സ്റ്റേറ്റിൽ പോയാലും വിജയ് അറിയാത്തവരാരെങ്കിലും ഉണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അതിന് മുമ്പും വിജയ് എല്ലാ സ്റ്റേറ്റിലും അറിയും. പക്ഷേ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ള നടന്മാരെ എല്ലാ സ്റ്റേറ്റിലും അറിയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ പോയിട്ടുള്ള വിജയ് അറിയാത്തവർ ആരുമില്ല. ഇത്രയും ഓളം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല. എന്ത് കൊള്ളില്ലാത്ത പടമാണെങ്കിലും തിയേറ്ററിൽ ഓളവും ആളെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടൻ വിജയ് തന്നെയാണ്. ഇനിയും വിജയുടെ പടം വരും, ഇനിയും തിയേറ്ററിൽ ആൾ വരും. ഇതിപ്പം വ്യാജം ഇറക്കി എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ വ്യാജം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇനി മൗത്ത് പബ്ലിസിറ്റിയിൽ മാത്രമാണ് പടം കയറുള്ളൂ. പടം കുറച്ച് ആൾക്കാരുടെ പബ്ലിസിറ്റി കൂടെ കയറാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ട് പോവും. ഒരു രക്ഷയില്ല. അടിപൊളി പടം തന്നെയാണ്. ഇത് 1000 കോടിക്കൊക്കെ മോളിൽ പോകുന്നേ, ഒരു രക്ഷയില്ല. കാരണം നിങ്ങൾ നോക്കി, ഇതൊരു മൗത്ത് പബ്ലിസിറ്റിയും കൂടെ പടത്തിന് കയറാന്നുണ്ടെങ്കിൽ വമ്പ ഹിറ്റായിരിക്കും. ഒരു സംശയം വിചാരിക്കേണ്ട. കേരളവും നല്ല ഇന്ത്യൻ ചരിത്രത്തിൽ വിജയെ പോലും തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടനും ഇന്ത്യയിൽ വേറെ ആരുമില്ല. ബാക്കിയൊക്കെ വേട്ടാവളിയന്മാരാണ്. കാരണം 1-2 പടം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലക്കനവും കൊണ്ട് കിടക്കും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നൊരു മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഓളം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലില്ലേ, അയാൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ പഴയ റിവ്യൂ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ പറയും. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് വിജയ് മുഖ്യമന്ത്രി ആവുമെന്ന്. ഇന്നും പറയുകയാണ്. അയാളെ വല്ല വേറൊരു നടൻ ഇനി ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇനി ചരിത്രവും സൃഷ്ടിക്കാനും പറ്റില്ല. ഇത്രയും ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു നടൻ വിജയ് തന്നെയാണ്. എന്തായാലും ഈ പടം ഭയങ്കര ഹിറ്റായിരിക്കും. 1000 കോടിക്ക് മുകളിൽ, അതായത് വ്യാജൻ ഇറങ്ങിയതിന് ശേഷം 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വരണം. ബമ്പ ഹിറ്റായിരിക്കും സിനിമ. ഒന്നും വിചാരിക്കാനുള്ള ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. കിടിലം പടം. മൂവിനെ പറ്റി അങ്ങനെ ഇതില്ല. ലാസ്റ്റ് മൂവി ആയ കാരണം നമ്മൾ പോവും. അങ്ങനെ ഒരു ഇത് മിനിമം 100 കോടിയാണല്ലോ എല്ലാ പടവും. വിഷമാണ് അഭിനയം നിർത്തണേന്. നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷെ തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണല്ലോ. അതിലാണ് ലാസ്റ്റ് ആയിട്ടൊന്ന് കാണാം. അപ്പൊ എല്ലാവരും വരും. എന്തായാലും തിയേറ്ററിൽ എല്ലാവരും വരുന്നതാണ്. അല്ല, തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളാണ് വിജയ്. അപ്പം ആര് തകർക്കാൻ നോക്കിയാലും ഇപ്പൊ CM കൂടിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു സ്നേഹം ബഹുമാനം എന്തായാലും വിജയനോടുണ്ട്. എന്തായാലും വന്ന് കാണും. ഇതിനെ പറ്റി എന്താണ് നമുക്ക് പറയാന്നുള്ളത്? അതിന്റെ അതായത് ഒന്നാമത് വിജയുടെ പടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒട്ടുക്ക് ഓളം ഉണ്ടാക്കുന്ന ഒരു നടൻ വിജയാണ്. ആ ഒരു നടൻ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഓളം അങ്ങനത്തെ ഒരു ഇത് കാണില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമല്ല. ഈ ഒരു പടം നിർത്തുകയാണെന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു വിഷമം പോലെയുള്ളത്. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഞാൻ വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? നമുക്ക് നല്ലൊരു പടമില്ല. ഇത് വിജയുടെ പടമായതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അത് അത്രക്കും ഫാൻസ് ഉള്ളൊരു നടൻ ഇന്ത്യയിലില്ല വിജയുടെ. 1000 കോടി തൂക്കും എന്നാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ വ്യാജന ഇറങ്ങിയോണ്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ട്. ഒരു ഓളം വന്നിട്ടില്ല. പക്ഷെ അത് വരും. ഈ ഒരു ഷോ കൂടെ ഏകദേശം വരും. അല്ലെങ്കിൽ ഇതൊന്നല്ല കേരളത്തിലെ ഓളം. വിജയുടെ പടം വരിക എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വ്യാജന ഇറങ്ങിയോണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടെന്നുള്ളൂ. അഭിനയം നിർത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അഭിനയം നിർത്താൻ ഒരു തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാകണം. കേരളത്തിലെ തിയേറ്ററുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. വിജയുടെ പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓളമായിരിക്കും, ഭയങ്കര കളക്ഷൻ ആയിരിക്കും. പക്ഷേ നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു ഓളം കാണാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് പുള്ളി ഒരു ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമോ എന്നുള്ളൊരു ടെൻഷനാണ്. വരും. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൂടുമെങ്കിലും ഒരു പടം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. വരും. தமிழ்நாட்டில் ஃபுல்லாக என்ஜாய்மெண்ட் ஃப்ரம் எஸ்டர்டேல. இங்கே கேரளாவில் ரொம்ப ஒன்றும் இல்லை. வி எக்ஸ்பெக்டட் அ லாட் but we expected so much of posters, at least some crackers, but here nothing is there. But mostly in Tamil Nadu it is like a celebration from yesterday itself. We are excited so much, but Kodi that is uncountable. We can't predict it. It is obviously a Thalapathy movie, right? So we can't predict anything. His movies every time it is unpredictable. But as a CM, I don't know how he is going to take over Tamil Nadu. As of now, we just came to see and enjoy his movies. And
as a Vijay fan, our thing is like he should be in cinema, but he chose some other path. Let's see how it's going to be.